ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലൊക്കെ ആയിട്ട് എന്ത് പറ്റി, എന്താണ് വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ. അപ്പോൾ പറ്റുന്നവർക്കൊക്കെ ഞാൻ പരമാവധി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ICUയിലും ഹോസ്പിറ്റലൊക്കെ ആയിട്ട് അഡ്മിറ്റ് ആയിരുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പോൾ എല്ലാ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ അതെന്താണ് കാര്യം എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഇപ്പോൾ എല്ലാം കൂടി ഇതിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ പറയുന്നതായിരിക്കും. ഇതിപ്പോൾ കുറേ നാൾക്ക് ശേഷം ജസ്റ്റ് ഞങ്ങളൊരു പുറത്തേക്ക് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വ്ലോഗ് ചെയ്തു. ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വ്ലോഗ് കണ്ട് മനസ്സിലാക്കാം. കഴിഞ്ഞ 23rd എൻ്റെ ഡോക്ടർ ജീന മാമിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ മാമിനെ വിഷ് ചെയ്യാനായിട്ട് വേണ്ടി പോവുകയാണ്. അപ്പോൾ കുറേ നാളായില്ല ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടോ. മാത്രമല്ല ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ റിക്കവറായിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു മാസത്തിലേറെ ആയി. അപ്പോൾ ഇതുവരെയും വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പോക്ക് ഒരു വ്ലോഗ് ആക്കാമെന്ന് കരുതിക്കൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ നേരെ കേക്ക് വാങ്ങാനായിട്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേക്ക് ഷോപ്പിലേക്കാണ് പോയേക്കുന്നത്. അപ്പോൾ തലേന്നേ വിളിച്ച് കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് ആ ഒരു ശരീരത്തിൻ്റെ വേദനയൊക്കെ മാറാത്തതുകൊണ്ട് കേക്ക് നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേക്ക് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതാണ് ആ ഒരു കേക്ക്. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്ലി ഡോക്ടർ ജീന മാം എന്നാണ് എഴുതിയേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിയിട്ട് ഇനി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കയ്യിലും കാലിലൊക്കെ കുറച്ച് നീരിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് നിന്ന് കേക്ക് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. മാം പ്രത്യേകം പറഞ്ഞു, നീ കേക്ക് ഒന്നായിട്ട് വരണ്ട, നീ റെസ്റ്റ് എടുത്താൽ മതിയെന്ന്. പക്ഷേ എങ്കിലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ ഒരു കേക്ക് വാങ്ങിപ്പോകുന്നത്. ഇനി ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തായിട്ടുള്ള ശാന്തിലാൽ മിഠായി വാല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോപ്പിലേക്കാണ്. ഇത് അത്യാവശ്യം എല്ലാവർക്കും എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു ഷോപ്പാണ്. കാരണം ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ആ ഒരു ഏരിയയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ്സ് ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പും കൂടിയാണ് ഈ ശാന്തിലാൽ മിഠായി വാല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്വീറ്റ്സിൻ്റെ കാര്യമൊക്കെ പ്രത്യേകിച്ച് അറിയാവുന്നവരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ എല്ലാ ഐറ്റംസും നല്ല ഫേമസ് ആണ്, ടേസ്റ്റിയാണ്. മൈസൂർ പാക്ക്, ഗീ പാക്ക്, അതുപോലെ തന്നെ ലഡു, പിന്നെ കാജു ബർഫി, പേട, എന്താണെങ്കിലും എല്ലാം നല്ല പല പല ടേസ്റ്റിലും പല പല രുചികളും ഫ്ലേവറിലൊക്കെ ആയിട്ട് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഐറ്റംസാണ് ഇവിടെ കൂടുതലും. അപ്പോൾ ചെറിയൊരു സ്വീറ്റ് ബോക്സും കൂടി വാങ്ങാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങളപ്പോൾ ഈ ഷോപ്പിലേക്ക് കയറിയേക്കുന്നത്. അങ്ങനെ ചെറിയ സ്വീറ്റ്സൊക്കെ ഒന്ന് വാങ്ങിയിട്ട് ഞങ്ങളിനി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 11:30 മണിയൊക്കെ ആകാനായിട്ടുണ്ട്. അല്ലാത്തപ്പോൾ ഞങ്ങൾ ഒരു 9:30 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അങ്ങനെ നേരെ പെട്രോൾ പമ്പിലേക്കാണ് പോയത്. ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെന്തായാലും കൺസൾട്ടിങ് ഒന്നുമില്ല, ജസ്റ്റ് ഡോക്ടറൊന്ന് കാണുക, മാമിനൊന്ന് വിഷ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഇറങ്ങിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാലത്തെ ഇറങ്ങും, എങ്കിൽ ആ ഒരു കൺസൾട്ടിങ് ടൈം കറക്റ്റായിട്ട് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഒത്തിരി വെയിറ്റിംഗ് ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ബൈക്കിൽ പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ പകുതി എത്തിയപ്പോഴാണ് ഇക്കവും ഞാനും ഹെൽമെറ്റൊക്കെ ഇട്ടത്. കാരണം അവിടെ തൊട്ട് പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് കരുതി. അങ്ങനെ ഞങ്ങളിനി നേരെ എറണാകുളത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലും അത്യാവശ്യം ബ്ലോക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കേക്ക് സേഫായിട്ട് എത്തിക്കുക, അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ എറണാകുളം എത്തി. അത്യാവശ്യം കണ്ട് നല്ല തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇക്കു 46 ആയതുപോലെ തന്നെ എന്നെയും ക്യാപ്പ് വെപ്പിച്ച് 46 ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട് ആ ഒരു കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല തിരക്കിട്ട് പോകണം. അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ്, കേക്ക് ചെയ്യേണ്ട, നീ റെസ്റ്റ് എടുത്താൽ മതി, നിൻ്റെ പ്രെയർ മാത്രം മതി എനിക്കെന്നൊക്കെ. പക്ഷേ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഡോക്ടർ അന്നത്തെ ദിവസം പോയി കണ്ടില്ലെങ്കിൽ. അപ്പോൾ മാമിന് എന്തായാലും അറിയാൻ ഞാൻ വരും എന്നുള്ളത്. പക്ഷേ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു വേണ്ട എന്നുള്ളത്. എനിക്ക് ആ സ്വന്തമായിട്ട് കേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും ഓക്കെയാണ്. ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി അങ്ങോട്ട് ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് എല്ലാം കൂടി ഇതിൽ പറയാത്തത്.
അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഈക്കോ പുറകിൽ നിന്ന് വെറുതെ എന്നെ കളിയാക്കി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും തിരിച്ച് പറയുന്ന കേട്ടില്ലെങ്കിൽ ആൾക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ എന്നെ ഇങ്ങനെ ഇട്ട് വട്ടാക്കിക്കൊണ്ടിരിക്കുക. അതൊരു പതിവാണ്. ഞങ്ങൾ നേരെ ഇനി ഡോക്ടറിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ അവൾ വന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു രണ്ടുപേരും കൂടി. അങ്ങനെ മാമിന് കേക്ക് കൊടുത്തു, വിഷ് ചെയ്ത് ഒരുപാട് ഹാപ്പിയായി. ഇനി ഞങ്ങൾ ഒത്തിരി നേരമൊന്നും അവിടെ നിന്നില്ല. ഞങ്ങൾ വേഗം തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ നേരെ ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നതാണ്. ഇപ്പോൾ തന്നെ ഒരു 1:30 മണി ആകാനായിട്ടുണ്ട്. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും ഫുഡ് അടിച്ചിട്ട് അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകാമെന്നൊക്കെ കരുതി. അപ്പോൾ കുറേ നാളായതുകൊണ്ട് ഫുഡിനോടൊന്നും ഇപ്പോൾ വലിയ താല്പര്യം ഇല്ല. അങ്ങനെ മറ്റുള്ള ഫുഡൊക്കെ കഴിക്കാനൊരു ഇഷ്ടക്കുറവുണ്ട്. പക്ഷേ ഇന്ന് എന്തോ ഫുഡ് കഴിക്കാനൊരു മൂഡൊക്കെ തോന്നി. അപ്പോൾ ഇക്കു പറഞ്ഞു എങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കാം. എപ്പോഴും നമ്മൾ ഈ ഒരു ബിരിയാണി, മന്തി അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിക്കുന്നതിൽ നിന്നും ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊതുവേ ഈ എന്താ പറയുക, ഈ ഇറച്ചി, മീൻ എന്നുള്ള ഐറ്റംസിനേലും കൂടുതൽ ഞങ്ങൾക്ക് താല്പര്യം ഈ ഒരു വെജിറ്റേറിയൻ ഐറ്റംസ് കഴിക്കുന്നതിലാണ്. അതായത് സാമ്പാർ, ചോറ് അങ്ങനെയൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ബിരിയാണിനേലും ഇഷ്ടം അതിനോടാണ് കുറച്ചും കൂടി. അപ്പോൾ ഞങ്ങളോടത്ത് അങ്ങനെ എന്തെങ്കിലും കഴിക്കാം, പക്ഷെ അതിൽ നിന്നും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഹൈവേയിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. നല്ലൊരു വ്യൂ കിട്ടുന്നൊരു ഹൈവേ തന്നെ ആയിരുന്നു. നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു ആ ഒരു ഹൈവേ കാണാനായിട്ട്. പക്ഷെ എനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലേക്കോ. ആ ബൈക്ക് അങ്ങോട്ട് വളച്ചെടുത്തുകൊണ്ട് തന്നെ ഞാൻ ആ ഷൂട്ട് ചെയ്യുന്ന ആ സീൻ വിട്ടുപോയി. അപ്പോൾ ഞങ്ങൾ അതിലേ അങ്ങനെ ഇനി നേരെ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ കുറച്ച് അത്യാവശ്യമായിട്ട് നല്ല വ്യത്യസ്തമായിട്ട് ഫുഡ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങി കുറച്ച് പിക്കൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ടൈം അങ്ങോട്ട് കഴിയുന്നതിനെ കൊണ്ട് ഭയങ്കര ഒരു വിശപ്പിൻ്റെ വിളിയുള്ളത് കൊണ്ട് തന്നെ ഇറങ്ങി പിക്ക് എടുക്കാനും ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല. നേരെ അടിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് പോവായിരുന്നു. അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. അതിനിടയിലാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയോ ഉച്ചത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് അതൊക്കെ ഇതിനിടയിൽ കയറിയുണ്ട്. അതൊക്കെ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ടോൾ, കണ്ടെയ്നർ റോഡിൽ ഈ ഒരു ടോൾ കഴിഞ്ഞിട്ട് നേരെ പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത്. അങ്ങനെ ആ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നതാണ് ആ ഒരു റെസ്റ്റോറൻറ്റ്. നല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ള നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാണ്. അപ്പോൾ വെള്ളക്കാന്താരി സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. കേൾക്കുമ്പോൾ തന്നെ നല്ല നൈസാണ്. വെള്ളക്കാന്താരി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ സ്പെഷ്യൽ അവിടെ ഉണ്ടെന്ന് നമുക്ക് വേഗം തോന്നിക്കും. അപ്പോൾ അങ്ങനെ ഇനി അവിടെ കയറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ആ കയറി ചെല്ലുന്ന ആ ഒരു പ്ലേസ് തന്നെ, ആ ഒരു എൻട്രി തന്നെ നല്ല ഭംഗിയുണ്ട്. വെള്ളക്കാന്താരി എന്നൊക്കെ കറക്റ്റ് ആ ഒരു ഫിഷ് ബോർഡിലായിട്ടാണ് അവർ ആ ഒരു ലോഗോ അങ്ങനെയാണ് അവരതിൽ ചെയ്തേക്കുന്നത്. നേരെ കാണുന്നതാണ് ആ ഒരു റെസ്റ്റോറൻറ്റ്. നമ്മളിനി അതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഫസ്റ്റ് ഇക്കു കയറി അവിടെ സീറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ കയറുന്നത്. ഇല്ലെങ്കിൽ ഈ ക്യാമറയും കൊണ്ടൊക്കെ കയറി ഷൂട്ട് ചെയ്തെല്ലാം കയറി കഴിഞ്ഞ് സീറ്റില്ല എന്ന് പറഞ്ഞാൽ ആകെ ചമ്മിപ്പോവും. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഇക്കു കയറി സീറ്റൊക്കെ ഉണ്ടോ എന്ന് നോക്കി പ്ലേസൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറുന്നത്. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്തിരി നേരത്തെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം പ്ലേസ് സീറ്റിംഗ് ഒക്കെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യണം. അത്യാവശ്യം നല്ല സീറ്റിങ്ങും ഉണ്ട്. അത്യാവശ്യം ഒത്തിരി പേർക്ക് നമുക്ക് കയറിയാലും അതിനകത്തായിട്ടും ഒക്കെ സീറ്റിംഗ് ഉണ്ട്, പുറത്തും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ആ ഒരു കിച്ചൺ. നല്ല സ്പെഷ്യലായിട്ടുള്ള പല 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 ഐറ്റംസ് ഇങ്ങനെ നമുക്ക് അവിടെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ വായിലിങ്ങനെ വെള്ളം വരികയാണ്. അപ്പോൾ അകത്തൊക്കെ സീറ്റിംഗ് ഫുള്ളാണ്. പുറത്തും അതുപോലെ തന്നെ നല്ല സീറ്റിംഗ് ഉണ്ട്, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ അവർ ബാംബു ഹട്ട് പോലെയൊക്കെ ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. പണ്ടത്തെ ആ ഒരു ഓലപ്പരയുടെയൊക്കെ ആ ഒരു സ്റ്റൈലിലൊക്കെ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ടാണ് നമുക്ക് സീറ്റിംഗ് കിട്ടിയത്. ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. കാരണം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഏറ്റവും ടോപ്പിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്. നല്ലൊരു വ്യൂവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ സീറ്റ് ഏറ്റവും ടോപ്പിൽ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല ഹാപ്പി ആയിരുന്നു. കാരണം നമ്മുടെ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ലൊരു ലുക്കും അറ്റ്മോസ്ഫിയറൊക്കെ കിട്ടും. അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, വേഗം അവിടെ കയറിയിട്ട് ഫസ്റ്റ് തന്നെ സീറ്റ് പിടിച്ചു.
പിന്നെ ഞണ്ട് റോസ്റ്റ് ഉണ്ട്, ചിക്കൻ ചിന്താമണി ഉണ്ട്, താറാവ് മപ്പാസുണ്ട്, തലക്കറി ഉണ്ട്, പിന്നെ മീൻകറി ഉണ്ട്, പിന്നെ പൊള്ളിച്ചത് ചെമ്പല്ലി അയില നെയ്മീൻ. ചേച്ചിന്റെ പേരെന്താ? എൻ്റെ പേര് കുമാരി. അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ കുമാരി ചേച്ചി നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ വിളമ്പി തന്നിട്ട് ചേച്ചി പോയി. ബാക്കി കറികളൊക്കെ സൈഡ് കറികളൊക്കെ ഞങ്ങൾ ഒഴിച്ച് കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് 3 തരം കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി സെർവ് ചെയ്തിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഒത്തിരി ഐറ്റംസ് സ്പെഷ്യലായിട്ടുണ്ടെങ്കിലും ഒരുപാടൊന്നും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല. കാരണം ഇക്കുനായിട്ടാണ് പോയത്. ഇക്കു ഒത്തിരി ഒന്നും അങ്ങനെ കഴിക്കുന്ന ആളല്ല. പിന്നെ ഒത്തിരി മുഴുവനായിട്ട് ബാക്കി കഴിച്ചു തീർക്കാൻ എനിക്കും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു 3 ഐറ്റംസേ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ വേറെ ആരെങ്കിലും കൂടി ഉണ്ടാവുന്നതാണ് നല്ലത്. കാരണം ഒത്തിരി ഉള്ളതുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാനേ പറ്റുന്നുള്ളൂ. നമുക്ക് ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട 3 ഐറ്റംസേ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഇനി കറി എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഓരോന്നായി സെർവ് ചെയ്യാണ്. ഫുഡ് തന്നെ നമ്മുടെയൊക്കെ മറന്നല്ലേ, ഒറ്റക്ക് തിന്നാമണിയാണ്. ഇവിടെ വിശന്നിട്ട് കുടലാത്തിട്ട് വയ്യ. ഒന്ന് തിരിഞ്ഞു നോക്കടി, വീഡിയോ പിടിച്ചിട്ട് ഞാൻ അവിടെ വിശന്ന് പണ്ടാരായിക്കണാണ്. ഫുഡ് കണ്ടപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ഇക്കുൻ്റെ ക്യാമറയും കൊടുത്തിട്ട് ഞാൻ ഫുഡൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ വിളമ്പിക്കൊണ്ട് നിൽക്കുകയാണ്. ആൾക്ക് നല്ല വിശപ്പുണ്ട്, വെള്ളം ഇറക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അരിയത്ത്. ഇന്നങ്ങനെ കയ്യൊമ്പിച്ചു, വിശന്നിട്ട് വയ്യ, നെൽപ്പാവട്ടെ. ഇക്കു ഇങ്ങനെ വിശന്നിട്ട് ഓരോന്ന് എണ്ണിപ്പറക്കി ഇങ്ങനെ അരിയത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ആസ്വദിച്ച് ഇങ്ങനെ ഒഴിച്ചും നോക്കിയും ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇക്കുള്ളതും കൂടി ഞാൻ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 3 ഐറ്റംസും എത്തിയിട്ടുണ്ട്. അപ്പോൾ സൈഡ് കറി ആയിട്ട് ഇവിടെ 3 എണ്ണം, അതുപോലെ തന്നെ കറി ആയിട്ട് 3 കൂട്ടമുണ്ട്. പക്ഷെ ഞങ്ങൾ സാമ്പാറാണ് ഒഴിക്കുന്നത്. ഞങ്ങൾക്ക് സാമ്പാറിനോടാണ് താല്പര്യം. അതുപോലെ തന്നെ മോരുകറി ഉണ്ട്, പിന്നെ മീൻ കറി ഉണ്ട്. പക്ഷെ ഞങ്ങൾ സാമ്പാറാണ് ഒഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത 3 ഐറ്റം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസാണ്. ഒന്ന് ഇത് വന്നിട്ട് കക്കയിറച്ചി ഫ്രൈ ആണ്. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ മെയിൻ ആയിട്ടുള്ള കൊഴുവ ഫ്രൈ ആണ്. എല്ലാം ഫ്രൈ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഞങ്ങൾക്ക് റോസ്റ്റിനേലും കൂടുതൽ ഇഷ്ടം ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഇത് വന്നിട്ട് ചെമ്മീൻ ഫ്രൈ. അപ്പോൾ ഈ ഒരു 3 ഐറ്റമാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നതും. പിന്നെ തൊടുകറികളായിട്ട് ക്യാബേജ് തോരനുണ്ട്, പിന്നെ അവിയൽ പോലെ എന്തോ ഒരു ഐറ്റം കൂടിയുണ്ട്, പിന്നെ അച്ചാറും പപ്പടം. ഇതാണ് സൈഡ് കറി ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് പാവം തോന്നിയിട്ട് ക്യാമറ ഞാൻ വാങ്ങി പിടിച്ചേക്കുകയാണ്. കാരണം ഈ കുക്ക് വിശന്നിട്ട് ഒട്ടും സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യാം, അപ്പോഴേക്കും ആൾ കുറച്ച് കഴിച്ചോട്ടെ എന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ഫുഡൊന്നും ഓർഡർ ചെയ്യാണ്ടിരുന്നത് ഞങ്ങൾക്ക് 2 പേർക്കും കൂടി അത്രയും കഴിച്ച് തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാനും കഴിച്ച് തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു അറ്റംപ്റ്റിലേക്ക് കടക്കുകയാണ്. അറ്റാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വാരി വലിച്ച് ആർത്തിയോടെ കഴിക്കുകയൊന്നുമല്ല, വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ കുറച്ചത് സ്പീഡാക്കിയതാണ്. അതുമാത്രമല്ല, ഇതൊക്കെ കണ്ടിട്ട് പ്ലീസ് ആരും ഒന്ന് കൊതി വെക്കല്ലേ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇനി വീണ്ടും വയറുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് 2ാമത് കയറാൻ വേണ്ടിയിട്ട് വയ്യ. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, ഒന്നും തോന്നരുത്. ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും മറ്റുള്ള ഫുഡ് വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ചൊന്ന് വെള്ളമിറക്കി പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാഷാല്ല പറഞ്ഞിട്ട് കണ്ടോളുക, അതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് നല്ലൊരു സന്തോഷത്തോടെ വയറ് നിറച്ചും മനസ്സ് നിറച്ചും കഴിക്കാൻ പറ്റിയ ഒരു പ്ലേസാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റേ വരുന്നുള്ളൂ. അപ്പോൾ സാധാരണ ഒരു സദ്യ എന്ന് പറയുമ്പോൾ തന്നെ ഒരുവിധം റേറ്റ് ഉണ്ട്. പക്ഷേ ഇത് ഇത്രയും ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടും നമുക്ക് അത്യാവശ്യം നമുക്ക് കൊക്കിലൊതുങ്ങാവുന്നൊരു റേറ്റാണ്. അപ്പോൾ കക്കറിച്ചിയൊക്കെ വന്നിട്ട് നല്ല സൂപ്പറാണ്. ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആയിട്ട് നല്ല ഫ്രൈ ആയിട്ടും പോയിട്ടില്ല, എന്നാൽ ഒത്തിരി വേവാണ്ടും ഇരുന്നിട്ടില്ല. അതുപോലെ തന്നെ കൊഴുവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കറുമുറു എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കെന്തായാലും ഒത്തിരി നല്ലപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. ഇക്കൂക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇക്കൂക്ക് കക്കറിച്ചി ചെമ്മീൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസാണ്. എനിക്ക് കൂടുതലും കൊഴുവയോടാണ് താല്പര്യം. പിന്നെ അതുപോലെ തന്നെ ചെമ്മീനാണെങ്കിലും പറയാണ്ടിരിക്കാൻ വയ്യ. ആ ഒരു മസാലയൊക്കെ നല്ലൊരു ഉപ്പും പുളിയൊക്കെ ഇറങ്ങിയിട്ടുള്ള മസാലയാണ്. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. മാഷാ അല്ലാ, വയറൊക്കെ
വയറൊക്കെ നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഇനി എനിക്ക് ഫുഡ് കഴിക്കാൻ വയ്യ, എൻ്റെ വയറൊക്കെ ഇപ്പോൾ പൊട്ടു എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് അങ്ങനെ വേസ്റ്റ് ചെയ്യാത്ത ആളാണ്, ആവശ്യത്തിനേ ഇട്ട് കഴിക്കുള്ളൂ. പക്ഷേ ഇത് എനിക്ക് ഇനി ഇതിൽ കൂടുതൽ അങ്ങോട്ട് പോകാൻ വേണ്ടി വയ്യ. നേരത്തെ സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഞാനും എല്ലാം കാലിയാക്കി. ബാക്കി നിങ്ങളോടിപ്പോൾ കാലിയാക്കി എന്ന് പറഞ്ഞാലും ആ ഒരു കൊഴുവയൊക്കെ കൂടി ബാക്കി ഒന്നും കൂടി ലാസ്റ്റ് ഒന്നും കൂടി കാലിയാക്കിയിട്ടാണ് എഴുന്നേക്കുന്നത്. മിച്ചൂസേ മതിയാങ്ങി നിർത്തിക്കോടി, എലി വെട്ടണ്ടാട്ട വയറ്. ആൾക്കാർ വിചാരിക്കും ഹോസ്പിറ്റലിൽ വന്നിട്ട് തീറ്റ കൂടുതലാന്ന് വിചാരിക്കും. ഇലയും കൂടി വെട്ടി തിന്നോ മിച്ചൂസേ. അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ആ ഒരു ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ ഞങ്ങൾ ബൈക്ക് എടുത്തിട്ട് ഞങ്ങൾ വേറെ എവിടെയും ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല, നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വയറൊക്കെ ഫില്ലായി അനങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ പോകുന്നത് റോറോ ജെട്ടിയിലേക്കാണ്. വൈപ്പിൻ റോറോ ജെട്ടിയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ റോറോയിൽ കയറിയിട്ടുണ്ട്. ഇതുവഴി ഞങ്ങൾ അക്കരയിൽ പോയി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു റോറോയുടെ അകത്തത്തെ സീൻ എന്ന് പറയുന്നത്. നല്ല ബ്ലോക്കും കാര്യങ്ങളും, നല്ല തിരക്കായിരിക്കും, ഫുള്ള് വണ്ടികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് അതും കൂടി ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ഓക്കെ, ബൈ.